സമാധാന രാജാവായ ക്രിസ്തുവിൻ്റെ ജെറുസലേമിലേക്കുള്ള പ്രവേശനമാണ് സുവിശേഷം. തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോകുന്ന ജെറുസലേം നഗരത്തെ നോക്കി ഈശോ വിലപിക്കുകയാണ്. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും കല്ലിന്മേൽ കല്ലു ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യുമെന്നാണ് വചനം പറയുന്നത്. മാനസാന്തരപ്പെടാതെ ദൈവാശ്രയബോധം ഇല്ലാത്തവരുടെ ഒക്കെ അവസാന നാളുകൾ ഇത്തരത്തിലുള്ളതായിരിക്കും. പലയിടത്തും വിശ്വാസം ക്ഷയിക്കുന്നു, ഈശ്വരൻ നിന്ന് പടരുന്നു, മനുഷ്യർ പരസ്പരം കൊല്ലുന്നു, വിവാഹബന്ധങ്ങളൊക്കെ ഇങ്ങനെ തകരുകയാണ്. ജനങ്ങളെ നയിക്കേണ്ട നേതാക്കൾ അവരെ നിരാകരിക്കുന്നു, സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളാവുന്നു. അങ്ങനെ എല്ലായിടത്തും അശാന്തി. സമാധാനത്തിനായി ആരും ശ്രമിക്കുന്നില്ല. സമാധാന രാജാവായ ക്രിസ്തുവിൻ്റെ മാർഗങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല. അവർക്കൊക്കെയുള്ള ഒരു താക്കീതാണ് എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുന്ന ദിവസങ്ങൾ വരുമെന്ന യേശുവിൻ്റെ വാക്കുകൾ. എൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ വഴിയിലൂടെ ആവാത്തപ്പോഴും ക്രിസ്തു എന്നെയും നോക്കി വിലപിക്കുകയാണ്. അവൻ്റെ വഴി പിന്തുടരാത്തിടത്തോളം കാലം സുവിശേഷം പറയുന്ന ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അങ്ങനെ ആവാതിരിക്കാൻ സമാധാന രാജാവായ ക്രിസ്തുവിനെ അനുഗമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.